ഹലോ, ഇന്ന് ഞാൻ ചിക്കൻ കാലിൽ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. വെറുതെ ഒരു പരീക്ഷണം മാത്രമാണിത്. ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ എന്തായാലും സക്സസ് ആയാലും ഇല്ലെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് റിവ്യൂ തന്നെ ഞാൻ പറയുകയും ചെയ്യും. ഞാൻ പരീക്ഷിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് തന്നെയുള്ള കറക്റ്റ് റിവ്യൂ തന്നെ പറയും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയും ഗരം മസാലയും രണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. ഗരം മസാല 1 ടീസ്പൂണും അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് പൊടികളുടെ ഒരു കണക്ക്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലോറാണിത്. കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പൊടികൾ ഇട്ട് കൊടുത്തത്. ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതിന് വേണ്ട കുറച്ച് മസാലയും കൂടി ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കൂടുതൽ എരിവ് വേണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. മല്ലിയില വേണ്ടാന്നുള്ളത് കൊണ്ട് ഞാൻ വെറുതെ പരീക്ഷിക്കുന്നതാണല്ലോ, അതുകൊണ്ട് മല്ലിയില വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ പുളിയില്ലാത്ത 1.5 ടീസ്പൂണോളം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തു. അത് അടിച്ചപ്പോഴാണ് പിന്നെ ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും പെരുംജീരകം ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് ഈ മസാല ചിക്കൻ്റെ അകത്തേക്ക് പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കാല് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കാല് മാത്രമല്ല, ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് വേറെ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മോൾക്ക്. ഓക്കെ, ഇതിന് നമ്മൾ മൂടി വെച്ച് വേവിക്കുക. കാരണം ചിക്കൻ വെന്ത് വരാനുള്ള ടൈം കൊടുക്കണം. അത് കാരണം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് നോക്കാൻ ഞാനൊന്ന് തുറന്നു നോക്കി. ഇനി മറച്ചിട്ട് നോക്കാം. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറച്ചിട്ട് കൊടുത്ത് തിരിച്ചിട്ടിട്ടും മറച്ചിട്ടിട്ടും എല്ലാം വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കട്ടെ. നല്ല അടിപൊളി മസാല. കുറച്ച് ഉപ്പ് കൂടുതലാണോ എന്നൊരു സംശയം. മസാല അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. വെറുതെ പറയുന്നില്ല, സീരിയസ് ആയിട്ടും. കുറച്ച് ഉപ്പ് കൂടുതലാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. വേണാ ഇതാ ഷോനൂന്. അപ്പൊ ഇനി ചിക്കൻ വാങ്ങിട്ടാകുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടാ. വെറുതെ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. അടിപൊളി. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ടാറ്റാ.